മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിനെ കുറിച്ച് മോഹൻലാലിനെ കുറിച്ചും എഴുത്തുകാരി എസ് ശാരദക്കുട്ടി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. തന്റെ ആ പഴയ മോഹൻലാലിന്റെ നാണവും ചിരിയും കാണാനായി മാത്രം ബിഗ് ബോസ് കാണുന്ന ഒരാളാണ് താനെന്ന് ശാരദക്കുട്ടി പറയുകയാണ്. മോഹൻലാൽ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകളാണ് ശനി ഞായർ താൻ കാണുന്നതെന്നും ശാരദക്കുട്ടി പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു എഴുത്തുകാരിയുടെ പ്രതികരണം. എത്ര ലജ്ജാലുവായും എത്ര സുന്ദരനായും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാനും പ്രേക്ഷകരെ ആഹ്ലാദിപ്പിക്കാനും കഴിയുന്ന ആളാണ് മോഹൻലാൽ എന്നാണ് ശാരദക്കുട്ടി പറയുന്നത്. മോഹൻലാലിന് എന്തൊരു ക്ഷമയാണെന്നും ഫൗൾ പ്ലേ ചെയ്യുന്നവരോട് പോലും എന്തൊരു മര്യാദയാണെന്നും അവർ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഒരു വീട്ടിൽ കിടന്ന് മര്യാദയില്ലാതെ അലമുണ്ടാക്കുന്ന ആരെയും ബഹുമാനിക്കാൻ അറിയാത്ത, കള്ളം പറയാനും കള്ളം കാണിക്കാനും മടിയില്ലാത്ത, ലവലേശം ലജ്ജയില്ലാത്ത ഒരു ടീമിനെ വന്ന് ക്ഷമയോടെ നേരിടാൻ മോഹൻലാലിന് എങ്ങനെ കഴിയുന്നുവെന്നും അവർ ചോദിക്കുന്നു. എത്ര തവണ കിട്ടിയാലും ഇങ്ങനെ ഒരു ടീമിനോട് ഇടപെടണമെങ്കിൽ ആത്മാഭിമാനത്തെയും പണയപ്പെടുത്തേണ്ടി വരുമല്ലോ എന്നും ശാരദക്കുട്ടി പറയുന്നുണ്ട്. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എത്ര ലജ്ജാലുവും ശാന്തനുമായ, എത്ര സുന്ദരമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടാനും പ്രേക്ഷകരെ ആഹ്ലാദിപ്പിക്കാനും കഴിയുന്ന ആളാണ് മോഹൻലാൽ. ശനിയും ഞായറും എൻ്റെ ആ പഴയ മോഹൻലാലിന്റെ നാണവും ചിരിയും കാണാനായി മാത്രം ബിഗ് ബോസ് കണ്ടുപോകുന്ന ആളാണ് ഞാൻ. ഇന്നലെയും മിനിഞ്ഞാന്നും കണ്ടു. എന്തൊരു ഭംഗിയുള്ള ഷർട്ടായിരുന്നു, എത്ര മനോഹരമായ സ്ക്രീൻ സാന്നിധ്യം, എന്ത് ക്ഷമയാണ്, ഫൗൾ പ്ലേ ചെയ്യുന്നവരോട് പോലും എന്തൊരു മര്യാദ. മോഹൻലാലിനെ എങ്ങനെ ഇത്ര അലങ്കോലപ്പെട്ട് അലമുറയിട്ട് ഒരു വീട്ടിൽ കിടന്ന് മര്യാദയില്ലാതെ അലമ്പ് ഉണ്ടാക്കുന്ന, ആരെയും ബഹുമാനിക്കാൻ കഴിയാത്ത, കള്ളം പറയാനും കള്ളം കാണിക്കാനും മടിയില്ലാത്ത, ലവലേശം ലജ്ജയില്ലാത്ത ഒരു ടീമിനെ വന്ന് ക്ഷമയോടെ നേരിടാൻ കഴിയുന്നു. എത്ര പണം കിട്ടിയാലും ഇങ്ങനെ ഒരു ടീമിനോട് ഇടപെടണമെങ്കിൽ ആത്മാവിനെയും ആത്മാഭിമാനത്തെയും പണയപ്പെടുത്തേണ്ടി വരുമല്ലോ. ഒന്നോ രണ്ടോ മര്യാദക്കാരെ കാണാനുണ്ട് ഇടയിൽ, അവർ വേഗം പുറത്തേക്ക് പോകുമെന്ന് ഉറപ്പ്. എസ് ശാരദക്കുട്ടി പറഞ്ഞ കാര്യവും ഇതായിരുന്നു. കഴിഞ്ഞ ദിവസം മോഹൻലാലിന്റെ ലുക്കിനെ കുറിച്ചും ഇപ്പോഴത്തെ മാറ്റത്തെക്കുറിച്ചും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. മോഹൻലാൽ പഴയതുപോലെ മാറിയിരിക്കുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഒരു 90s മോഹൻലാൽ തിരിച്ചുപോയി എന്നതാണ്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ മോഹൻലാൽ വന്ന രീതി കണ്ടും പലരും അതിനെ പ്രശംസിച്ചുകൊണ്ട് എത്തിയതും കൗതുകരമായി. എന്നാൽ ഇങ്ങനെയൊരു അഭിപ്രായം പങ്കുവച്ചതിന് താഴെ നിരവധി പേരാണ് വിമർശനങ്ങളും തങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെയായി എത്താറുള്ളത്. ഇത്തവണയും എത്തുന്നതിൽ യാതൊരു കുറവുമില്ല. അതിൽ തന്നെ മോഹൻലാലിന് ഈ ഷോയിൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് കൊഴുത്തതും. മോഹൻലാലിന് ബിഗ് ബോസിൽ കിട്ടുന്നത് എത്രയാണെന്നുള്ള ചർച്ചകൾ ബിഗ് ബോസ് സീസൺ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാകുന്നതാണ്. ഇത്തവണ മോഹൻലാൽ ബിഗ് ബോസ് സീസണിന് വേണ്ടി വാങ്ങിക്കുന്നത് ഇത്രയും വലിയ കോടികളാണ്, മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുള്ള നിരവധി കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന ചില സംഖ്യകൾ തന്നെയായിരിക്കും. എന്നാൽ ഇവിടെയുള്ള എല്ലാ ബിഗ് ബോസ് റിയാലിറ്റി ഷോകളെക്കാളും മലയാളത്തിൽ വരുമ്പോൾ കുറച്ച് കുറവായിരിക്കും. അത് സ്വാഭാവികമാണല്ലോ. പക്ഷേ ബോളിവുഡിലൊക്കെ മേടിക്കുന്നത് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. സൽമാനും കമൽഹാസനും ഒക്കെ മേടിക്കുന്നത് വലിയ വലിയ സംഖ്യകളാണ്. അപ്പോൾ മോഹൻലാലിന്റെ കോടിക്കണക്കുകൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ചില വിരുദ്ധർ ഇങ്ങനെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. 19 എപ്പിസോഡിന് 16 കോടി കിട്ടുമ്പോൾ ഇച്ചിരി നാണവും ലജ്ജയും ഒക്കെ വരും ആരായാലും. ചേച്ചി കണ്ടോ എല്ലാ ദിവസവും ലാൽസലാം എന്നൊക്കെയാണ് അവരുടെ വാക്കുകൾ. അപ്പോൾ അതിന് ശാരദക്കുട്ടി ശരിക്കും അതിശയിക്കുകയും ശരിയാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. അതേ എന്ന് പറയുമ്പോൾ അത്രയൊക്കെ കിട്ടുമെങ്കിൽ ആർക്കായാലും നാണവും ലജ്ജയും വരുത്താനാകുമായിരിക്കും അല്ലേ അമ്പമ്പോ. എന്നാലും എന്തൊരു ഉടുപ്പുകളാണമ്മേ എന്ന വാക്കുകളുമായി അവർ അതിന് മറുപടി പറയുകയായിരുന്നു. എന്നാൽ അതിനെ കൊഴുപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളുമായാണ് അവർ എത്തുന്നത്. ഒരു ആധികാരിക വിവരങ്ങൾ ഇല്ലെങ്കിലും ചുമ്മാ ഓരോന്ന് പറയുക കമന്റ് ബോക്സുകളിൽ എന്നതാണല്ലോ പലരുടെയും ഉദ്ദേശം. അതിനിങ്ങനെ കമന്റുകൾ ചെയ്തുകൊണ്ടേ ഇവരിങ്ങനെ ഇരിക്കും. മറ്റൊരിടത്ത് കൂലിയാണല്ലോ സംസാര വിഷയം. രജനികാന്ത് ലോകേഷ് കനകരാജ് ചിത്രം കൂലിയുടേതായി പുറത്തിറങ്ങിയ മോണിക്ക സോങ് സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു. ഗാനരംഗത്തിൽ പൂജ ഹെഗ്ഡെയ്ക്കൊപ്പം മലയാളികളുടെ പ്രിയ താരം സൗബിൻ ഷാഗറും ആടി തകർത്തിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ നിരവധി റീലുകളാണ് മോണിക്ക ഗാനത്തിൻ്റെതായി വന്നത്. ഈ പാട്ട് ഒറിജിനൽ മോണിക്ക ബെലൂച്ചിക്കുള്ള ട്രിബ്യൂട്ട് ആണെന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ് നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഗാനം സാക്ഷാൽ മോണിക്ക ബെലൂച്ചിക്ക് ഇഷ്ടമായെന്ന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. നടി പൂജ ഹെഗ്ഡെയുമായുള്ള അഭിമുഖത്തിൽ ഫിലിം ക്രിട്ടിക്കായ അനുപമ ചോപ്രയാണ് ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയത്. കൂലിയിലെ ഗാനം മോണിക്ക ബെലൂച്ചി കണ്ടെന്നും അത് ഇഷ്ടമായെന്നും പറഞ്ഞതായി അനുപമ ചോപ്ര പൂജയെ അറിയിച്ചു. ഞാൻ മോണിക്ക സോങ്ങിന്റെ ലിങ്ക് മാരാക്കോഷ് ഫിലിം ഫെസ്റ്റിവലിന്റെ ഹെഡായ മെലിറ്റ ടോസ്കാന് അയച്ചു കൊടുത്തിരുന്നു. അവർക്ക് മോണിക്ക ബെലൂച്ചി ഉൾപ്പെടെ ഹോളിവുഡിലെ അഭിനേതാക്കളുമായി നല്ല അടുപ്പമാണ്. മോണിക്കയ്ക്ക് ഈ ഗാനം ഇഷ്ടമായി എന്ന് എനിക്ക് റിപ്ലൈ വന്നു, അനുപമ ചോപ്ര വെളിപ്പെടുത്തി. ഇതിന് മറുപടിയായി മോണിക്ക ബെലൂച്ചിക്ക് പാട്ട് ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്ന് പൂജ ഹെഗ്ഡെ പ്രതികരിക്കുകയും ചെയ്തു. തനിക്ക് അവരെ വളരെ ഇഷ്ടമാണെന്നും മോണിക്ക ബെലൂച്ചിക്ക് ഈ പാട്ട് ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്ന് നടി പറഞ്ഞു. കൂലിയിലെ പാട്ട് കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരുപാട് തമിഴ് ആരാധകർ മോണിക്ക ബെലൂച്ചിയുടെ പോസ്റ്റിന് താഴെ കമന്റ് ചെയ്യാറുണ്ടായിരുന്നു. പൂജ ഹെഗ്ഡെ പറഞ്ഞത് ഇങ്ങനെയാണ്: ലോക പ്രശസ്തയായ ഇറ്റാലിയൻ നടിയാണ് മോണിക്ക ബെലൂച്ചി. ഹോളിവുഡ്, ഫ്രഞ്ച് തുടങ്ങി നിരവധി ഭാഷകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്.